all, welcome to once. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പവർ സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള കൊറോണയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us begin. സോ ഈ സെഷനിൽ വിൽ ബി ലേണിംഗ് വാട്ട് ഇസ് കൊറോണ, കൊറോണ എന്താണ്, അതിൻ്റെ തിയറി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് കൊറോണ പവർ സിസ്റ്റത്തിൽ യൂസ്ഫുൾ ആണോ അതോ അത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണോ ഉള്ളത്, ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എങ്ങനെ നമുക്ക് കൊറോണയുടെ ഇഫക്ട്സ് മിനിമൈസ് ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് കൊറോണ? അപ്പോൾ കൊറോണയെ പറ്റി അറിയുന്നതിന് മുമ്പ് ലെറ്റ് us ടേക്ക് എ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ 2 പവർ കണ്ടക്ടേഴ്സ് നിങ്ങൾ എടുക്കുക. സി, കണ്ടക്ടർ എ ആൻഡ് കണ്ടക്ടർ ബി. ഈ 2 കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിൽ 1 സെൻറ്റിമീറ്റർ സ്പേസിംഗ് ആണ് ഉള്ളത്. ഓക്കെ, conductors are spaced at 1 centimeter and I am going to apply a voltage of 1 kV. Okay, ഈ 2 ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിൽ പൊട്ടൻഷ്യൽ ഓഫ് 1 kV ഞാൻ അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എയർ ഉണ്ട്. എയർ ഒരു ഡയലക്ട്രിക് മീഡിയമാണ്, അല്ലെങ്കിൽ ഇൻ സിമ്പിൾ വേർഡ്സ് എയർ ഒരു ഇൻസുലേറ്റർ ആണ്. പക്ഷേ എയർ ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ഒന്നും അല്ല. എയറിൽ എന്തുണ്ടാവും? അയൺസും ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാകും, പോസിറ്റീവ് അയൺസും ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാകും. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ജനറേറ്റഡ് ആവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടറിനെ ചുറ്റും ജനറേറ്റഡ് ആവും, അല്ലേ? ഇവിടെ അയൺസ്, നെഗറ്റീവ് ഇലക്ട്രോൺസ് ഈ കണ്ടക്ടറിൽ ചാർജസ് ബിൽഡപ്പ് ആയി, ഇവിടെ പോസിറ്റീവ് ചാർജസ് ബിൽഡപ്പ് ആയി. അപ്പോൾ ഒരു 1 kV പൊട്ടൻഷ്യൽ 1 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ കറണ്ട് എയറിൽ കൂടെ flow. There is a small movement of the ions present in the air because of this potential. P 1 kV ne ഞാൻ കൂട്ടി say up to 20 kV ആക്കിയ the motion of the electrons or the ions in the air increases as along with the intensity of the electric field around the conductor. Okay, 20 kV എന്ന് ഞാൻ say ഒരു 30 kV വരെ ഞാൻ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഇപ്പോൾ എത്രയായി? പൊട്ടൻഷ്യൽ 30 kV per centimeter of the conductor ആയി. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ എന്നാണ് അതിനെ പറയുക. വോൾട്ടേജ് പെർ സെൻറ്റിമീറ്റർ 30 kV per centimeter. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണാം, കണ്ടക്ടറിൻ്റെ സർഫസിൽ കുറച്ചും കൂടെ ക്രൗഡഡ് ആയി ഇൻറ്റൻസിറ്റി കൂടി. അതുമൂലം ഇറ്റ് വിൽ കോസ് or it will initiate a higher movement or velocity of ions between the 2 conductors through this air. അപ്പോൾ എയർ എന്താണ്? എയറിൽ കൂടെ നല്ലോണം ഒരു ഡിസ്ചാർജ് ഓഫ് അയൺസ് അല്ലെങ്കിൽ ഫ്ലോ അല്ലെങ്കിൽ പാത്ത് ഓഫ് അയൺസ് ക്രിയേറ്റഡ് ആവുകയാണ്. സോ എയർ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് വന്നു, അല്ലെങ്കിൽ ഫ്ലാഷ്, ഒരു ലൈറ്റ്നിങ് ഫ്ലാഷ് പോലത്തെ ഒരു ഡിസ്ചാർജ് ഓഫ് അയൺസ് ആണ് എയറിൽ കൂടെ നടക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് വേർ ദ എയർ ലൂസസ് ഇറ്റ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡയലക്ട്രിക് പ്രോപ്പർട്ടി, ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ഓഫ് എയർ എന്ന് പറയുന്നത്. 30 kV per centimeter ആണ്. സോ വെൻ as the potential between the conductor increases, the electric field around the conductor surface increases. Okay, so that is when the potential gradient reaches just beyond 30 kV per centimeter, the air loses its dielectric property and it starts conducting. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ഓഫ് എയർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ പവർ കണ്ടക്ടേഴ്സിൻ്റെ ഹൈ വോൾട്ടേജ് പവർ കണ്ടക്ടേഴ്സിൻ്റെ സർഫസിൽ നമ്മുടെ ഇഫ് ദ എയർ ലൂസസ് ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് അയണൈസ്ഡ്. ഓക്കെ, ആൻഡ് അവിടെ ഒരു ഫെയിൻറ്റ് വയലറ്റ് ഗ്ലോ ക്രിയേറ്റഡ് ആകും ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് സം ഹിസിങ് നോയ്സ് and also produce ozone gas. So the ionization of air surrounding the power conductor is called as nothing but corona. Okay, so when the electric potential at the surface of a conductor exceeds a certain value, that is the dielectric strength of air, the conductor is surrounded by a faint violet glow. This phenomenon, okay, produces what? Hissing noise, ozone gas with its characteristic odor. Okay, പിന്നെ it is also accompanied by corona is also accompanied by power loss and radio interference. Okay, so in the theory of formation ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടറിൽ നമ്മൾ ഹൈ വോൾട്ടേജ് പവർ കണ്ടക്ടറാണ് അപ്ലൈ ചെയ്യുകയാണ്, അല്ലേ? സോ അതിൽ ഉള്ളിൽ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യായിരിക്കും കണ്ടക്ടറിൻ്റെ ഉള്ളിൽ. and conductor is surrounded by air. But due to the heat of this charges through the conductor, the
air surrounding the conductor is also ionized under normal condition. അപ്പോൾ when the surface around the conductor, അതായത് എയറിൻ്റെ ഈ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഒരു 30 kV/cm എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് ഇൻ ദ എയർ വിൽ മൂവ് ടുവേർഡ്സ് ദ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ വിൽ മൂവ് ടുവേർഡ്സ് ദ എയർ. എന്നിട്ട് ഈ എയറിൽ എന്തുണ്ട്? എയറിൽ നമുക്ക് ന്യൂട്രൽ മോളിക്യൂൾസും അതുപോലെ തന്നെ പോസിറ്റീവ് അയൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് കണ്ടക്ടറിൽ നിന്ന് മൂവ് ചെയ്ത് അയോണിലെ എയറിലെ ന്യൂട്രൽ മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്ത് കൂടുതൽ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം ദ കണ്ടക്ടർ മൂവ് ടു ദ ഔട്ടർ എയർ മീഡിയം, ഹിറ്റ് എ ന്യൂട്രൽ മോളിക്യൂൾ ആൻഡ് റിലീസ് മോർ ഇലക്ട്രോൺസ്. ഓക്കെ, സോ അതിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ, കൊറോണ പ്രോസസ്സിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ നോർമൽ കണ്ടീഷൻ നമുക്കറിയാം air around the conductor contains some ionized particles and neutral molecules. It has free electrons and positive ions. And when you apply a voltage between the conductors, a potential gradient is set up in the air which has a maximum value at the conductor surface. And when the potential gradient reaches 30 kV, about 30 kV/cm, the free electrons in the conductor will acquire greater velocity and strike a neutral molecule and release more and more electrons. So ഈ ഒരു പ്രോസസ് ഓഫ് അയണൈസേഷൻ ക്യുമുലേറ്റീവ് ആണ്, അതായത് ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദ റിസൾട്ട്, വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ് അയണൈസേഷൻ? എയ്തർ എ സ്പാർക്ക്, ഒരു സ്പാർക്ക് അവിടെ ക്രിയേറ്റഡ് ആകുകയാണ്. എയ്തർ എ സ്പാർക്ക് ഇസ് ക്രിയേറ്റഡ്, കൊറോണ ഇസ് ഫോംഡ്, ഓർ എ സ്പാർക്ക് ഇസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ഹൈ വോൾട്ടേജിൽ വരുമ്പോൾ ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ലൂമിനസ് വയലറ്റ് ഗ്ലോം ക്രിയേറ്റ് ചെയ്യും വിത്ത് എ ഹിസിംഗ് നോയ്സ്. സോ ദിസ് പ്രോസസ് ഇസ് നത്തിങ് ബട്ട് കൊറോണ. ഓക്കെ, യെസ്. കൊറോണയായിട്ട് നമുക്ക് പവർ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ കൊറോണയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൂടി നോക്കാം. സോ ഫസ്റ്റ് ഇസ് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്. എന്താണ് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്? സോ critical disruptive voltage is the minimum phase to neutral voltage at which the breakdown of air occurs and corona starts. അപ്പോൾ കൊറോണ ഏത് പോയിന്റിലാണോ, ഏത് വോൾട്ടേജിലാണോ ഇനീഷ്യേറ്റഡ് ആവുന്നത്, ആ വോൾട്ടേജ്, അതായത് ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് ഓഫ് ദ പവർ കണ്ടക്ടർ അറ്റ് വിച്ച് കൊറോണ സ്റ്റാർട്ട്സ് ഓർ ബിഗിൻസ് ഇസ് നത്തിങ് ബട്ട് വാട്ട്? ദ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് വരിക എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2 പാരലൽ കണ്ടക്ടേഴ്സ് നിങ്ങൾ എടുക്കുക. ഈ 2 പാരലൽ കണ്ടക്ടേഴ്സിനും റേഡിയസ് r മീറ്റേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. ആൻഡ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഇസ് d meters. And let V be the phase to neutral voltage of these conductors. Okay. So if V is the phase to neutral voltage or the potential, then potential gradient at the surface of the conductor is given by. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പെർ സെൻറ്റിമീറ്റർ ആണ്. സോ യൂണിറ്റ് വരാം. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഇസ് ഡിഫൈൻഡ് ആസ് V divided by R ln D by R. Okay, V is the phase to neutral voltage, R is the radius of the conductor, and D is the spacing between the conductor. So the formula for the potential gradient G is equal to V divided by R ln D by R. Okay, ഇനി ഏത് വോൾട്ടേജിലാണ് നമ്മുടെ കൊറോണ ഇനീഷ്യേറ്റഡ് ആവുന്നത്? അതായത് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് അല്ലേ? ദിസ് VC is critical disruptive voltage. Critical disruptive voltage. Yes. So ഈ വോൾട്ടേജ് വരണമെങ്കിൽ ഏത് കണ്ടീഷനാണ്? അതായത് നമ്മുടെ എയർ ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലേ? സോ എയറിന്റെ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇസ് ഗിവൺ ബൈ G0. ലെറ്റ് G0 be the breakdown potential. Let G0 be the breakdown potential of air. Okay, breakdown potential of air ന്റെ വാല്യൂ നമ്മൾ ആദ്യം പറഞ്ഞു. എത്രയാണ്? 30 kV മാക്സിമം, 30 kV/cm മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, or it is 21.2 kV RMS വാല്യൂ. ഓക്കെ, സോ G0 എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൊറോണ ഇനീഷ്യേറ്റഡ് ആവുള്ളൂ. ആ പോയിന്റിലെ വോൾട്ടേജ് ആണ് VC. അപ്പോൾ ഗ്രേഡിയന്റിന്റെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനെ G0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ G0 ഗ്രേഡിയന്റ് വരുമ്പോൾ പൊട്ടൻഷ്യൽ ബിക്കംസ് VC. സോ G0 is equal to VC by R ln D by R. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് VC or critical disruptive voltage.
So critical disruptive voltage Vc is given by G0 into R into ln d by R. Very important. And this above expression, this expression for disruptive voltage is under standard conditions of air. അതായത് 76 centimeter of mercury and 25 degrees Celsiusലാണ് ഈ ഫോർമുല നമ്മൾ derive ചെയ്തേക്കുന്നത്. So the basic the fundamental formula or relationship between the potential gradient G0, radius and the distance between the conductor is given by Vc is equal to G0 R ln d by R. Okay, so ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി എപ്പോഴും സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയിരിക്കും എയറിൽ അല്ല, എയറിന്റെ ഡെൻസിറ്റി എല്ലാം വേരി ചെയ്യും. സോ വി ഹാവ് ടു കൺസിഡർ എ ഫാക്ടർ കോൾഡ് ആസ് എയർ ഡെൻസിറ്റി ഫാക്ടർ. എയർ ഡെൻസിറ്റി ഫാക്ടർ. സോ at a barometric pressure of k centimeter mercury and a temperature of T degrees Celsius നമുക്ക് ഒരു പുതിയ ഫാക്ടർ എയർ ഡെൻസിറ്റി ഫാക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. So air density factor is given by delta is equal to 3.92 K divided by 273 plus T. Okay, so K is the pressure that is barometric pressure of K centimeters mercury and T is the temperature. ഏതെങ്കിലും other temperature other than the standard temperature നിങ്ങൾ എടുക്കുകയാണെങ്കിൽ we have to define a new term called air density factor. So standard condition density factor 1 ആണ്. അപ്പോൾ നമുക്ക് previous formula യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ഈ ഫോർമുലയിൽ we have to include this delta. We have to multiply the previous formula with this delta. So Vc is equal to G0 delta R ln d by R. So first നമുക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ Vc is equal to G0 R into ln d by R എന്നാണ് കിട്ടിയത്. So under other conditions other than the standard conditions നമുക്ക് ഡെൽറ്റ എന്ന ഫാക്ടർ കൂടി ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ Vc is equal to G0 into delta R ln d by R. So that is the expression for the critical disruptive voltage under other conditions apart from the normal. Okay. And we have to consider one more factor that is called as a correction factor. But correction factor must be also made for the surface condition of the conductor. അപ്പോൾ corona varies with the condition. അതായത് സർഫസിന്റെ അനുസരിച്ച്, അതായത് റഫ് കണ്ടക്ടേഴ്സിൽ കൊറോണ പെട്ടെന്ന് ഇനീഷ്യേറ്റഡ് ആകും. അപ്പോൾ അതിലായിട്ട് കൂടുതൽ അൺഈവൻ സ്പോട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ there are chances for the electric field intensity to be concentrated at that uneven spots and it will lower the average value of electric field required to start corona. So rough surfaces like a corona പെട്ടെന്ന് initiated ആവും. So ആ ഒരു ഫാക്ടർ കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം. So correction factor നമ്മൾ എടുക്കുകയാണെങ്കിൽ correction factor is given by letter M0. So or it is also called as irregularity factor. Correction factor or irregularity factor. We have to multiply the previous expression with this irregularity factor M0. So M0 is equal to 1 for smooth and polished conductors, 0.92 to 0.98 for rough conductors, 0.8 to 0.87 for stranded conductor. അപ്പോൾ ഫോർമുലയിൽ ഡെൽറ്റയുടെ കൂടെ തന്നെ we have to consider correction factor M0 also. So the formula is finally modified to Vc is equal to M0 G0 delta R ln d by R. So ഇതിൽ main ആയിട്ട് you can see the voltage at which corona begins, phase to neutral voltage at which corona begins, or the critical disruptive voltage is dependent upon obviously the breakdown potential of air density factor, radius of the conductor, ln d by R ratio, okay, and also the irregularity factor which varies with the different surfaces of the conductors. Okay, yes. ഇനി another term, visual critical voltage. Critical disruptive voltage പോലെ തന്നെ we have to learn another term very important with respect to corona. എന്താണ് visual critical voltage? അപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് കൊറോണ വിസിബിൾ ആകണമെങ്കിൽ ഒരു ഫെയിന്റ് വയലറ്റ് ഗ്ലോ അവിടെ വരണം അല്ലേ. സോ ആ ഒരു സ്പാർക്ക് ക്രിയേറ്റഡ് ആകുമ്പോൾ ഈ ഗ്ലോ വരണം, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആ വയലറ്റ് ഗ്ലോ ലൂമിനസ് ഗ്ലോ കാണാൻ പറ്റുന്നത്, ഏത് വോൾട്ടേജിലാണോ ആ ഗ്ലോ കാണാൻ പറ്റുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ആസ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. സോ വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് ഇസ് ദ മിനിമം ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് അറ്റ് വിച്ച് ദ വിഷ്വൽ കൊറോണ സ്റ്റാർട്ട്സ്. എപ്പോഴാണോ വിഷ്വലി കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്, അപ്പിയറൻസ് ഓഫ് ഫെയിന്റ് ലുമിനസ് ഗ്ലോ എപ്പോഴാണോ വയലറ്റ് കളർ ഫെയിന്റ് ലുമിനസ് ഗ്ലോ വരുന്നത്, ആ സമയത്ത് ആ
വോൾട്ടേജിനെയാണ് നമ്മൾ വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് ആൻഡ് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്? നേരത്തെ പഠിച്ച നമ്മുടെ VC ആയിട്ട് ഒബ്വിയസ്ലി ഈ വോൾട്ടേജ് കുറച്ചും കൂടി ഹയർ ആയിരിക്കണം ദാൻ VC. ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കൊറോണ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ഹയർ വോൾട്ടേജ് അപ്ലൈ ചെയ്താലേ നമുക്ക് ഈ ലൂമിനസ് വയലറ്റ് ഗ്ലോ വിസിബിൾ ആയിട്ട് പവർ കണ്ടക്ടേഴ്സിന്റെ സറൗണ്ടിങ്ങിൽ കാണാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. സോ യു ഹാവ് ടു സ്റ്റഡി another expression, derivation എന്ന് പഠിക്കണം. ജസ്റ്റ് സ്റ്റഡി ദ എക്സ്പ്രഷൻ. It is given by VV is equal to MV. MV is another irregularity factor. G0 again potential gradient of air, breakdown potential of air. Delta air density factor. Radius, another term which is coming is 1 plus 0.3 divided by root of delta R. So 1 plus ആയതുകൊണ്ട് obviously VV is greater than your it is higher than your VC. Okay, 1 plus 0.3 divided by delta R into ln d by R. kV per phase. Unit ശ്രദ്ധിക്കുക, per phase voltage ആണ്. Okay, so MV is another irregularity factor. That is, it is 1 for smooth and polished conductors, 0.72 to 0.82 for rough conductors, and G0 in the values are the same. Breakdown strength of air. Delta is the air density factor, R is the radius of the conductor, and D is the spacing between the conductors. So ഈ ഒരു ഫോർമുല കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. So they can ask in the exam which voltage is higher. Is it the visual critical voltage or the critical disruptive voltage? Okay, അങ്ങനെയൊക്കെ ഇപ്പോൾ ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ you will get an idea of the absolute value of these voltages. Okay, yes. Now ഒരു കൊറോണ ഇപ്പൊ ഒബ്വിയസ്ലി കൊറോണ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അയണൈസേഷൻ ഓഫ് എയർ അല്ലെ surrounding the power conductor. So obviously corona comes with a lot of loss, power loss created avana in the form of light and heat, and also ozone gas production, appo chemical energy goodi released avana. So formation of corona is always accompanied by energy loss in the form of light, heat, sound and chemical action. ഒരു hissing noise ഉണ്ട്. അപ്പോൾ sound energy through also energy lost ആണ്. So entire length of the line നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പവർ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ say per kilometer 0.5 kilowatt ആണ് ലോസ് എങ്കിൽ entire length say 100 kilometer length ഉള്ള ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ ഇപ്പോൾ 0.5 into 100 അപ്പോൾ you will have 50 kilowatt അത്രയും ലോസസ് നമ്മുടെ പവർ കണ്ടക്ടറിൽ വരികയാണ്. സോ അത് ഒബ്വിയസ്ലി ഒരു ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് കൊറോണയുടെ. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ എഫിഷ്യൻസി എല്ലാം നന്നായിട്ട് കുറഞ്ഞു പോകും ബിക്കോസ് ഓഫ് കൊറോണ. സോ and we have to learn an expression for the power loss piece associated with corona. So it's a bit lengthy and complicated equation. So ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നത് power loss is proportional to frequency. But you can see the expression for power loss. It is 241 into 10 to the power minus 5 F plus 25 divided by delta root of R by D Vp minus V0 the whole square kilowatt per kilometer per phase. Per kilometer per phase എത്ര പവർ ലോസ് ഇൻ കിലോ വാട്ട് വന്നു അതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം എഫ് ഇസ് എ സപ്ലൈ ഫ്രീക്വൻസി. സോ കൊറോണ ഇസ് വേരിയിങ് വിത്ത് ദിസ് ഫ്രീക്വൻസി. ഓരോ ഫ്രീക്വൻസിക്കും ഓരോ 50 ഹെർട്സിലുള്ള പവർ ലോസ് ആയിരിക്കില്ല say some at 65 hertz. So some questions can be asked, some MCQs can be asked. See power loss at conditions for the conductor ഈ വോൾട്ടേജ് അതായത് വോൾട്ടേജസ് ഒക്കെ കോൺസ്റ്റന്റ് ആക്കി only frequency ചേഞ്ച് ചെയ്തുകൊണ്ട് power loss at such and such point is say this much kilowatt. So what is the power loss at 65 kilohertz? So അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം ഹെർട്സ് ഒക്കെ ചോദിച്ച് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് റിലേഷൻ you can crack such questions. So F is a supply frequency in hertz, Vp is a phase to neutral voltage in RMS, and V0 is a disruptive voltage in RMS. So just understand these. I won't say you need to by heart this, but just understand the important relationship. ഏത് ഫാക്ടേഴ്സിനോടൊക്കെയാണ് കൊറോണ ലോസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഒബ്വിയസ്ലി ഫ്രീക്വൻസിയിലോട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. എയർ ഡെൻസിറ്റി ഫാക്ടർ ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, and Vp minus V0. Vp is a phase to neutral voltage and V0 is a disruptive voltage in RMS value. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ മെയിൻ ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് കൊറോണയിൽ വരുന്നത് ഒന്ന് ഫോർ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്, സെക്കൻഡ് ഇസ് ഫോർ യുവർ
visual critical voltage, and third is for your power loss. Okay, yes. So we'll study what are the effects of corona. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇഫക്ട്സ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ കൊറോണ കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ഇസ് ലോസ് ഓഫ് എനർജി, അതായത് പവർ ലോസ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, heat, sound and chemical energy, and this will reduce the transmission efficiency. Then production of ozone gas with some characteristic order created avana, so that will lead to corrosion of the conductors due to the chemical action. And next is interference with your communication lines. So high frequency noise created avana corona initiated avumbo, so that will interfere with your neighboring TV, radio receivers. So that is also a bad effect of the corona. ഇനി എങ്ങനെയെല്ലാം ഈ കൊറോണ ഇഫക്റ്റിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം? ഒന്ന്, നമുക്ക് കണ്ടക്ടറിന്റെ സൈസ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ കണ്ടക്ടറുടെ സൈസ് കൂട്ടിക്കൊടുക്കും നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടു അല്ലേ? വി സി ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ റേഡിയസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ കണ്ടക്ടർ നമ്മൾ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റേസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ കൊറോണ ബിഗിൻസ്. So for reducing the corona loss, this method of increasing the conductor diameter is very effective, and diameters of conductors can be increased using hollow or bundle conductors, steel cord, aluminum conductor, ACSR conductors ഒക്കെ വെച്ച് നമുക്ക് കൊറോണയുടെ ഇഫക്റ്റ് മിനിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ by increasing the conductor spacing you can reduce the effect of corona. അപ്പോൾ സ്പേസിങ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ നോർമലി ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു 1 സെന്റിമീറ്റർ മീഡിയത്തിലാണ് സ്പേസിലാണ് 30 kV/cm നമ്മൾ അസ്യൂം ചെയ്തത് ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ആയിട്ട്. അപ്പോൾ നോർമലി നമ്മുടെ പവർ കണ്ടക്ടേഴ്സ് ഒന്നും കൊറോണ അത്രയും ചെറിയ സ്പേസിങ് ആയിരിക്കില്ല. അത്യാവശ്യം നല്ല ഒരു 3 to 6 മീറ്റർ സ്പേസിങ്ങോട് കൂടിയാണ് നമ്മുടെ ലൈൻസ് എല്ലാം, ട്രാൻസ്മിഷൻ ലൈൻസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ദ സ്പാർക്ക് ഓർ കൊറോണ effects are it is actually not there. It is eliminated because നല്ല സ്പേസിങ്ങോട് കൂടിയാണ് കണ്ടക്ടേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സർഫസിൽ ചിലപ്പോൾ ഈ ചില കണ്ടീഷൻസിൽ ഇന്റൻസിറ്റി കൂടുമ്പോൾ പവർ കണ്ടക്ടേഴ്സിന്റെ സർഫസിലാണ് ഈ ഇന്റൻസിറ്റി ഹൈ വോൾട്ടേജിൽ ഗ്രേഡിയന്റ് വന്നു കഴിഞ്ഞാൽ സർഫസിൽ അയണൈസേഷൻ ടെൻഡൻസി വരാനും സ്പാർക്ക് ഇനീഷ്യേറ്റഡ് ആവാനും ടെൻഡൻസി കൂടുക. സോ സ്പേസിങ് അത്യാവശ്യം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ക്യാൻ decrease the effects of corona. Okay, so electrostatic stresses koravaayirikkum between the conductors if you increase the spacing between the conductors, and also we can raise spacing kooti kanya the voltage at which corona is initiated will be higher. appo athrayum voltage apply cheyidala corona initiated avullu. So adu angane oru chances varan probability illa. So these are the methods of reducing corona. That is, one is increasing the conductor diameter or the size using bundle conductors, ACSR conductors, and also increasing the spacing between the conductors. Okay, so ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ട് what is corona. So corona is the ionization of air surrounding the power conductor, creating a violet glow, humming noise and ozone gas production. And we have seen what are the ill effects of corona, that is power loss, interference with the communication lines, and ozone gas production leading to corrosion of the conductors, and what are the methods to minimize the corona phenomena, that is by increasing the diameter or size of the conductor and increasing the spacing between the conductors. So that was all about this session regarding corona. Hope the session is clear. See you in the next session. Thank you.